വേനൽ കനക്കു മുമ്പേ പൊന്നാനി നഗരസഭാ പ്രദേശത്ത് കുടിവെള്ളം മുടങ്ങുന്നത് പതിവാകുന്നു. പ്രതിഷേധവുമായി നഗരസഭാ കൗൺസിൽ അംഗങ്ങൾ രംഗത്ത്. നഗരസഭാ പ്രദേശത്തെ കടവനാട് ഉൾപ്പെടെയുള്ള വിവിധ ഭാഗങ്ങളിൽ ആഴ്ചകളോളമായി കുടിവെള്ള വിതരണം പതിവായി തടസ്സപ്പെടുന്നതിൽ പ്രതിഷേധിച്ചാണ് അടിയന്തര കൗൺസിൽ യോഗത്തിൽ കൗൺസിലർമാർ പരാതികൾ ഉന്നയിച്ചത്. ഇപ്പോഴും കടവനാട് ഭൂരിഭാഗം പ്രദേശങ്ങളിലും വെള്ളം ലഭിക്കുന്നില്ല. ഒരാഴ്ചയായിട്ട് അവിടെയുള്ള ആൾക്കാർ വളരെ ദുരിതത്തിലാണ്. അപ്പോൾ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണം. അല്ലാതെ ഈ മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ പരാതി പറയുമ്പോൾ ഒരു വണ്ടിയോ രണ്ട് വണ്ടിയോ നമ്മൾ വെള്ളം അടിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കില്ല. ഒരു വർക്ക് നടക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ വർക്കുണ്ട്, 2-3 ദിവസം വെള്ളം കിട്ടാൻ സാധ്യതയില്ല എന്ന് ആദ്യം ജനങ്ങളെ അറിയിക്കുക എന്നുള്ള ഏറ്റവും ഗൗരവമുള്ള പ്രാഥമികമായ ഒരു കാര്യം ചെയ്തിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ പ്രതിസന്ധി അങ്ങനെയാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് എക്സൈ വിളിച്ചപ്പോൾ അയ്യോ ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ എന്നാണ് സാർ പറഞ്ഞത്. ഉടനെ തന്നെ സാർ ഇടപെടുകയും ചെയ്തു. മുന്നറിയിപ്പില്ലാതെ ജലവിതരണം തടസ്സപ്പെടുന്നതും അറ്റകുറ്റപ്പണികൾക്കായി ജനപ്രതിനിധി അടക്കമുള്ളവർ വാട്ടർ അതോറിറ്റിയെ ബന്ധപ്പെടുമ്പോൾ തകരാറിലായ മേഖല അറിയില്ല എന്നും പരാതി ലഭിച്ചില്ല എന്നെല്ലാം പറഞ്ഞ് ജീവനക്കാർ കൈയൊഴിയുന്നത് പതിവാണെന്നും അംഗങ്ങൾ കുറ്റപ്പെടുത്തി. നഗരസഭാ പ്രദേശത്തെ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉടൻ നടപടികൾ സ്വീകരിക്കുമെന്ന് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉറൂബ് നഗറിലുള്ള കൽവർട്ട് നിർമ്മാണം നടക്കുന്നതിനാൽ മാർച്ച് 7-ാം തീയതി മുതൽ 15-ാം തീയതി വരെ കടവനാട് മേഖലയിലേക്കുൾപ്പെടെ ജലവിതരണം ഭാഗികമായി തടസ്സപ്പെടുമെന്ന് എഞ്ചിനീയർ നഗരസഭാ കൗൺസിലറിനെ അറിയിച്ചു. നമ്മുടെ നാഷണൽ ഹൈവേയുടെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു പൈപ്പ് ലീക്കാവാൻ ഇടവരികയും അതവർ ആ ലീക്കായ ദിവസം അത് റെക്ടിഫൈ ചെയ്തുവെങ്കിലും നമ്മൾ വീണ്ടും ചാർജ് ചെയ്തപ്പോൾ വീണ്ടും ലീക്കാവുന്ന ഒരു അവസ്ഥയുണ്ടായി. അങ്ങനെ ഒരു 2 ദിവസത്തെ ഒരു ഗ്യാപ്പ് ഈ കടവനാട് ഏരിയയിലേക്ക് ഈ ലീക്ക് മൂലം വെള്ളം നൽകുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ ലീക്കിന് ശേഷം തുടർന്നുള്ള ദിവസങ്ങളിൽ കടവനാടിന്റെ ഏറ്റവും റിമോട്ടായ, ഞങ്ങളുടെ ഭാഷയിൽ പറയുമ്പോൾ അതിന്റെ ടെയിലെൻഡ് എന്ന് പറയും, ഈ ഡിസ്ട്രിബ്യൂഷന്റെ ഏറ്റവും അവസാനത്തെ ഭാഗങ്ങളിൽ വെള്ളം കിട്ടാത്ത ഒരു പരാതി ആണ് പൊതുവെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരം പരാതികൾ തന്നെയാണ് കൗൺസിലർമാർ ബന്ധപ്പെട്ട ഏകദേശം 3-4 കൗൺസിലർമാർ ഇതേ വിഷയമാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. അത് ഒരുപക്ഷെ മിക്കവാറും സാധ്യത നമ്മൾ ഈ ലീക്ക് സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ ലൈന് മൊത്തം ഡ്രൈ ഔട്ട് ആവും. ഈ കടവനാടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക സമയത്തും വെള്ളം നിർത്താതെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ മാത്രം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകതയാണ്. മറ്റുള്ള ഏത് കുടിവെള്ള പദ്ധതിയെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും അതിനൊരു സ്റ്റോപ്പേജ് ടൈം ഉണ്ട്. രാത്രി ഒരു 6 മണി മുതൽ 10 മണി വരെ പീക്ക് അവേഴ്സിലൊക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ പൊന്നാനി തീരദേശ മേഖലയിലും കടവനാട് ഏരിയയുടെ ഒരു പ്രധാനപ്പെട്ട മേഖലയിലേക്കും 24/7 എന്ന രീതിയിൽ നിരന്തരം നമ്മൾ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ NCV ന്യൂസ് പൊന്നാനി. പുതുമയാർന്ന ഡിസൈനുകളിൽ ഡയമണ്ട് കളക്ഷനുകൾ, വിവാഹ പാർട്ടികൾക്ക് നേടാൻ സ്പെഷ്യൽ പാക്കേജുകൾ. സ്വാഗതം പുതുമയാർന്നൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസിന്. കേരള ഗോൾഡൻ ഡയമണ്ട്സ്, ദ ഫാമിലി ജ്വല്ലർ, മെയിൻ റോഡ്, വടക്കേക്കാട്.